ഈ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നമ്മളമ്മക്കൊന്നും പീരീഡ്സ് വരുന്നേയും പോകുന്നേയും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. കാരണം എന്താണെന്ന് അറിയാം, പ്രഹസനമില്ല. മനസ്സിലായ? നിങ്ങൾക്കെല്ലാം പ്രഹസനം. ഗസറ്റ് കൊടുത്തിട്ട് നിന്റെ പേര് മാറ്റ്, അതൊരു പ്രഹസനാന്നാക്ക്. പ്രഹസന, ഓരോരോ പ്രഹസനം. എന്തുണ്ടായാലും പീരീഡ്സിന്റെ പേര് പറഞ്ഞാൽ മതിയല്ല. പ്രഹസന, ഓരോരോ പ്രഹസനങ്ങള് കാണുമ്പം തന്നെ വിരാന്തിരുന്നു. ഓരോരോ കാട്ടിക്കൂട്ടൽ നോക്കിയാട്ടെ. श्रीपति हरि माधव गोपाला श्री विष्णु नारायण गोविंद नारायण 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 It is a medical miracle. കണക്ക് വെച്ച് നോക്കുമ്പോ 7 ദിവസമാണ്. ആദ്യത്തെ 2-3 ദിവസമെല്ലാം നല്ല വേദനയായിരിക്കും. പിന്നെ ഇതെല്ലാം ലോകത്ത് ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് ഇത് 7 ദിവസത്തിൽ നിൽക്കുമെന്നൊന്നും എനക്കറിയില്ല. എങ്ങനെയാന്ന്, നല്ലോണം പോകുന്നുണ്ടാ? അല്ലെങ്കിൽ നല്ലോണം പോകുന്നുണ്ടോ അല്ല കുറച്ച് പോകുന്നുണ്ടോ എന്ന് എങ്ങനെയാ അറിയാം? കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല. ദിനേശേട്ടാ, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഞാനല്ലേ പുറത്തുനിന്ന് ആൾക്കാർ പറയും പ്രഹസനാന്ന്. ആ ശബ്ദം കേൾക്കാൻ തന്നെ എന്താ ഒരു രസം. അതെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കരുത്, എരണക്കേടാന്ന്. ഞാൻ ഇങ്ങനെ പറയലുണ്ടേനു അല്ലേ? ഇതൊന്നും അല്ല. അച്ഛാ, അയ്യ രാജം കണിയാൻ എന്നാ പറഞ്ഞ അച്ഛനോട്? വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ടൈമാണെന്നല്ലേ? അച്ഛൻ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ഒന്ന് നേരിട്ടൊന്ന് ആടെ പോവാ. ഇന്ന് വൈകുന്നേരം എൻ്റെ നാളെ രാവിലെ ആയിട്ട് പോകാൻ പറ്റൂലേ? എനിക്കൊരു രഹസ്യം പറയണ്ട അയാളോട്. ഒന്ന് പോച്ചാ ആയിട്ടാവുള്ള എന്നാ? അല്ല, ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാ? ചാ ഓ, അച്ഛൻ പഴയ മെയിൽ ഷോവിനിസ്റ്റ് അല്ലേനോ? വന്നിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. ഇതൊന്നും നിൽക്കാത്ത. ദിനേശേട്ടാ, മീഡിയം ഉണ്ട്, ലാർജും ഉണ്ട്. പിന്നെ ഓവർഫ്ലോ ആണെങ്കിൽ എക്സ്ട്രാ ലാർജ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓവർഫ്ലോ ഉണ്ടാവും. ആ, പിന്നെ വിങ്സ് ഉള്ളതുണ്ട്, വിങ്സ് ഇല്ലാത്തതുണ്ട്.
പിന്നെ സൈഡ് ലീക്കേജിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിങ്സ് ഉള്ളതായിരിക്കും നല്ലത്. പിന്നെ ലാസ്റ്റ് പിന്നെ വിങ്സിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ ലാസ്റ്റ് ഈ 6-7 6 ദിവസങ്ങളിൽ വിങ്സിൻ്റെ ആവശ്യം വരില്ല. 7 ദിവസം നമുക്കിതൊന്നും അറിയില്ലല്ലോ. ദിനേശ് ചേട്ടൻ ഇതൊന്നും വാങ്ങി തന്നിട്ടുള്ള ശീലമില്ലല്ലോ. മെല്ലെ മെല്ലെ മെല്ലെ. എന്നാ കൃഷ്ണൻ പുറത്ത്. അശ്രീകരം ആയിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തൊന്നും പോവൂല അസത്തെ. അല്ല, ഇങ്ങനെയല്ല ആൾക്കാർ പറയുന്നതിനെ ചേട്ടാ. ദിനേശ് ചേട്ടാ, പിന്നെ ഉണ്ട് മെൻസ്ട്രൽ കപ്പ്. ഈ കപ്പ് തിരിച്ചിട്ട് തൊപ്പിയാക്കിട്ട് ഇടാൻ പറ്റുവാ? എന്തിനാ? നമ്മൾ ആണുങ്ങളെ വിഷമം എവിടെയാ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാം. സെയിം ടു യു. നീ ഇതിപ്പോ നിൽക്കുവോ? ഇങ്ങനെ ആട്ടുമ്പോ എന്തോ ഒരു സുഖം പോലെ. അതെ അതെ, അന്യം നല്ല ആട്ടലല്ലേനു. ഞാനാ അപ്പോ ദിനേശ് ചേട്ടാ ഒന്ന് ആട്ടി തരുവാ? അതിനെന്നാ ഓരോരോ പ്രഹസനം. ഇതായിന്ന് വെച്ചിട്ട് ഞാനിപ്പം തൊട്ടിലിട്ട് ആട്ടിത്തരാം. ആട് കേട്ടാ ആടാട് കേട്ടാ ആടാടാടാടാടാട് കേട്ടാ ആട് കേട്ടാ ആടാടാടാടാട് കേട്ടാ ആട് കേട്ടാ ആട് കേട്ടാ ആടാടാടാടാടാട് കേട്ടാ ആട് കേട്ടാ ആട് കേട്ടാ ആടാടാടാടാടാട് കേട്ടാ. ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടാ, ഞാനുണ്ടല്ലോ നേരത്തെ ഒരു മാസ് ഡയലോഗ് പറയാൻ വിട്ടുപോയി. ഈ ആരാന്റെ കണ്ണിൽ കുത്തു കിട്ടുമ്പോ സ്വന്തം കണ്ണിൽ വെള്ളം വരില്ല. സ്വന്തം കണ്ണിൽ വെള്ളം വരണമെങ്കിൽ സ്വന്തം കണ്ണിൽ കുത്തു കിട്ടണം. श्री विष्णु नारायण गोविंद श्री विष्णु नारायण गोविंद श्रीपति हरि माधव गोपाल श्रीपति हरि माधव गोपाल श्री विष्णु नारायण गोविंद ഒരു 1.5 ദിവസത്തെ പീരീഡ്സ് വേദന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്ലേ? അപ്പം നിങ്ങളൊരു ഗർഭിണനാറ്റായിനെങ്കിലോ? അമ്മയാ? അന്ന് വലിയ വായിൽ പറയുന്ന കേട്ടില്ലല്ല എൻ്റെ അമ്മ പ്രൊഫസറൊന്നും കാണിക്കില്ലെന്ന്. പിന്നെ മോനെന്നാ പറ്റിയേ? ഗസറ്റിൽ കൊടുത്തിട്ട് പേര് മാറ്റട്ടെ, പ്രഹസനം എന്നാക്കട്ടെ. അന്ന് അമ്മ അമ്മേൻ്റെ വേദന നിങ്ങളെ കാണിച്ചിട്ടില്ല. അതിനർത്ഥം അമ്മക്ക് വേദന ഇല്ലായിരുന്നു എന്നല്ല, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കേട്ടോ? ഈ ചൂടുവെള്ളം കുടിക്കൂ, വയറുവേദന മാറും.
സുലു 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 ആ ഇങ്ങനെ പ്രഹസനം കാണിക്കല്ലപ്പാ. ഞാനിതാ ചൂടുവെള്ളം ഉണ്ടാക്കുന്നുണ്ട്, അത് കുടിച്ചാൽ കുറച്ച് സമാധാനം കിട്ടൂ. ചൂട് വെള്ളം श्री विष्णु नारायण गोविंद श्री विष्णु नारायण गोविंद श्रीपति हरि माधव गोपाल श्रीपति हरि